എഴുന്നേറ്റു, മക്കളൊക്കെ സ്കൂളിൽ അയച്ചു. രാവിലത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, അപ്പോൾ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനായി അടുക്കളയിൽ പോയി ഗ്യാസൊക്കെ പിടിപ്പിച്ചു. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എന്നിട്ട് നല്ല ചിക്കനൊക്കെ കഴുകി ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് ഓർത്തത് ഒരു ബത്തക്ക കഴിച്ചാലോ. നമുക്കൊരു ബത്തക്കാവും അങ്ങനെ കഴിച്ച് എന്നിട്ടായിട്ട് നമ്മുടെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. അങ്ങനെ തട്ടിക്കൂട്ടി ഇതാക്കി നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി. നല്ലൊരു ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിരിയാണി ആയിരുന്നു. ഞാൻ വെച്ചത് കൊണ്ട് പറയുന്നതൊന്നുമല്ല, നല്ല ബിരിയാണിയാണ്. നിങ്ങൾ കാണുന്നില്ലേ തിളക്കുന്ന തിള? നല്ല തിളയായിരുന്നു, നല്ല മണമായിരുന്നു, നല്ല രുചിയായിരുന്നു. നല്ല മാമ്പഴമൊക്കെ ഉണ്ടായിരുന്നു. മാമ്പഴമൊക്കെ കൂട്ടി നല്ല സ്വാദോടെ കഴിച്ചു. അങ്ങനെ സ്വാദോടെ കഴിച്ചിട്ടായിട്ട് ആ ബിരിയാണീൻ്റെ മസ്തൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കിടന്നിട്ടായിട്ട് ഇപ്പോഴാണ് ഓർത്തത് മക്കൾ സ്കൂളിൽ നിന്ന് വരാനായല്ലോ. അങ്ങനെ ചടപടാന്ന് വണ്ടി സ്റ്റാർട്ടാക്കി, വണ്ടി എടുത്ത് ചടപടാന്നുള്ള കുണ്ടും കുതിറുള്ള റോട്ടിലൂടെ ഞാൻ വണ്ടി എടുത്ത് എൻ്റെ മക്കളെ കൊണ്ടുവരാൻ പോയി. അങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് വന്ന് ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഇൻഷാ അല്ലാഹ്. ഇഷ്ടപ്പെട്ടു